പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട് ED വന്ന വാർത്ത പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ED ഇപ്പോൾ വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ തങ്ങൾക്ക് അന്വേഷണ രേഖകൾ വേണം എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ ഒരു സമാന്തര അന്വേഷണം നടത്താൻ പോകുന്ന EDയുടെ ആവശ്യം. എന്നാൽ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ സമാന്തര അന്വേഷണം ED നടത്തുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ മുരാരി ബാബു, എൻ വാസു എന്നിവരുടെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിന്റെ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, SIT വേഴ്സസ് ED, സ്വർണ്ണക്കൊള്ളയിൽ ED കൂടി വരുമ്പോൾ കളർ മാറും, സീൻ മാറും, എല്ലാ രംഗങ്ങളും മാറും. പക്ഷേ EDയുടെ വരവ് ഇന്നറിയാം അല്ലേ? SIT പറയുന്നത് ഒരു സമാന്തര അന്വേഷണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആവശ്യമില്ല, അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ്. എന്നാൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് EDക്ക് അന്വേഷിക്കാമെന്നും പറയുന്നു. ചുരുക്കത്തിൽ ഈ അന്വേഷണ രേഖകൾ EDക്ക് കൊടുക്കുമോ കൊടുക്കാതിരിക്കുമോ? ഇന്നെന്തായിരിക്കും വിധി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നേരറിയാം നേരത്ത് ED എത്തുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇന്നാണ് കോടതിയിൽ വിധി വരിക. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാദം പൂർത്തിയായിരുന്നു. SITയോട് FIRും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ED കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്നാൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ED സംശയിക്കുന്നത്. അപ്പോൾ ഈ SIT പറയുന്നത് അത്തരത്തിൽ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് EDക്ക് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ മുഴുവൻ രേഖകളും നൽകുന്നത് ശരിയല്ല, അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് SIT കോടതിയിൽ പറഞ്ഞു. എങ്ങനെയാണ് ഈ EDയുടെ അന്വേഷണം SITയെ ബാധിക്കുക എന്നുള്ളതാണ് EDയുടെ മറുചോദ്യമായി വരികയും ചെയ്ത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ വാദത്തിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു, ഇന്നാണ് വിധി പറയുന്നത് മാറ്റിയത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇന്ന് ഈ കേസിൽ വിധി പറയുക. SIT നേരത്തെ തന്നെ ഈ ED വരുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുകയടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വിജിലൻസ് കോടതി ഒരുപക്ഷെ EDക്ക് അനുമതി നൽകി, ED അന്വേഷണത്തിന് അനുമതി നൽകുകയാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ന് SIT കഴിയുന്നത് അത്രയും ഈ ED അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. ഇന്ന് 11 മണിയോടുകൂടെ തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുകയും ചെയ്യും. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, ഇതിപ്പോൾ മുരാരി ബാബുവിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനവും. പ്രേക്ഷകരുടെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു. SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട പത്മകുമാറിന്, വാസുവിന്, മുരാരി ബാബുവിന്, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീകുമാറിന്, നേരത്തെ അറസ്റ്റ് ചെയ്ത സുരേഷ് കുമാറിന്, ഇവർക്ക് ആർക്കും ഇതുവരെയും ജാമ്യം പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അത്ര ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുരാരി ബാബുവിൻ്റെയൊക്കെ കാര്യത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നുണ്ട്. എന്താകുമെന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണക്കൊള്ളയിൽ കട്ടവന്മാരെല്ലാം കുടുങ്ങണം, അതിനകത്ത് ഒരു തർക്കവുമില്ല നമുക്ക്.